ഹലോ എവ്രിവൺ, എല്ലാവർക്കും ഷിഗിലീസ് വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴം കൊണ്ടുള്ള ഒരു അടയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇവിടെ 1 കപ്പ് അരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന അടയുടെ ഇതാണ് പറയുന്നത്. അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങാപ്പീരയും 1/2 കപ്പ് ശർക്കര ചിരണ്ടിയത് എടുത്തിട്ടുണ്ട്. പിന്നെ പൊടിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന പഴം റോബസ്റ്റ പഴമാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് പഴം ഉണ്ടെങ്കിലും അത് വെച്ചിട്ട് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കയും കുറച്ച് ജീരകവും വേണം. പിന്നെ നമ്മൾ പൊടി വാട്ടിയെടുക്കുന്നത് തിളച്ച വെള്ളത്തിലാണ്. അപ്പോൾ അതിലേക്ക് വെള്ളവും വേണം. ഞാനിവിടെ ഈ ജീരകവും ഏലക്കയും കൂടി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. കൂടുതൽ അളവിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. കുറച്ചേ ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തു. പിന്നെ ആ പഴം ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരിപ്പൊടി വാട്ടിയെടുക്കാനായിട്ടുള്ള വെള്ളം തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാത്രത്തിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആവശ്യത്തിന് മാത്രം അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഈ വെള്ളത്തിലേക്ക് തന്നെ പൊടിയിലേക്ക് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക. ഇത് വറുത്ത അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടി 1 കപ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് തേങ്ങയുടെ കൂട്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിനായിട്ട് തേങ്ങാപ്പീരയും ശർക്കരയും പിന്നെ ജീരകവും ഏലക്കയും കൂടെ ചതച്ചതും കൂടെ ഒരുമിച്ച് ചേർത്ത് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഈ നേരം കൊണ്ട് നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പൊടിയിലേക്ക് കുറേശ്ശെ വീതം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ചൂടുവെള്ളം കുറേശ്ശെ വീതം അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം പൊടിയിലേക്ക് ഫുള്ളായിട്ടും ചൂടുവെള്ളമൊക്കെ ചേർന്ന് അത്യാവശ്യം ഒന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അത്യാവശ്യം കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ചൂടിൻ്റെ പരുവാകുമ്പോൾ തന്നെ ഇത് കുഴച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഒരുപാട് അങ്ങ് തണുത്ത് കഴിഞ്ഞതിന് ശേഷം കുഴയ്ക്കുമ്പോൾ നന്നായിട്ട് കുഴഞ്ഞു കിട്ടില്ല. ചെറിയ ചൂടുണ്ടാവും, അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കൈകൊണ്ട്. ഞാനിവിടെ നന്നായിട്ട് മാവ് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അട പരത്തിയെടുക്കണം. ഇനി നമുക്ക് വാഴയിലയിലേക്ക് ഓരോ ഉരുള വീതം വെച്ചിട്ട് അത് പ്രസ് ചെയ്തിട്ടെടുക്കാം. കൈകൊണ്ട് തന്നെ പരത്തിയെടുക്കാം. കൈകൊണ്ട് പരത്തുമ്പോൾ ചെറുതായിട്ട് നൊട്ടി പിടിക്കും. അപ്പോൾ അതിൽ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കൈ ഇങ്ങനെ പരത്തുമ്പോൾ ഇടയ്ക്കൊന്ന് കൈ ആ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് പരത്തുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടി പിടിക്കുന്നത് മാറും. നമ്മൾ എടുത്തിരിക്കുന്ന ഇലയുടെ വലിപ്പം അനുസരിച്ച് മാവ് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക. ഇവിടെ നന്നായിട്ട് പരത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് റോബസ്റ്റ പഴമാണെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും യൂസ് ചെയ്യാം. റോബസ്റ്റ പഴമോ ഞാലിപ്പൂവനോ അതല്ല സാധാരണ പൂവപ്പഴങ്ങളോ ഏത് പഴമാണെങ്കിലും യൂസ് ചെയ്യാം. ഏത്തപ്പഴമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് അതൊന്ന് വഴറ്റിയിട്ട് ചേർത്ത് കൊടുക്കുക. കാരണം ഏത്തപ്പഴത്തിന് ഇത്തിരി വേവ് കൂടുതലല്ലേ, അതുകൊണ്ടാണ്. ഇനി നമുക്ക് തേങ്ങയുടെ മിക്സ് ഈ പഴത്തിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. നമ്മൾ ഒരു പകുതി സൈഡിൽ നിന്നാണ് ഫില്ലിങ് രണ്ടും വെച്ചിരുന്നത്. അപ്പോൾ ആ പകുതി സൈഡ് വെച്ചിട്ട് ഇല ഇങ്ങോട്ടേക്ക് മടക്കി എടുത്തിട്ട് നമുക്കിനി ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. ഇവിടെ ഓൾറെഡി ഒരു ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലൊരു തട്ട് വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അടയുടെ ഇത് വെച്ച് കൊടുക്കാം. ശ്രദ്ധിച്ച് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെക്കണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി വെച്ചാൽ മതി. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. 10 മിനിറ്റ് ശേഷം തുറന്ന് നോക്കാം നമുക്ക്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് അടപ്പ് തുറന്നിട്ട് വെന്തോ ഇല്ലയെന്ന് നോക്കാം. ഇല ഇങ്ങനെ അടയുന്ന കറക്റ്റായിട്ട് വിട്ട് വരുന്നുണ്ടെങ്കിൽ അത് വെന്തോ എന്നാണ് അർത്ഥം. അപ്പം നമുക്കിനി ഇത് കുറച്ച് നേരം ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. ഭയങ്കര ചൂടല്ലേ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെടുക്കാം. ഇത്തിരി ചൂട് മാറിയപ്പോൾ ഞാനത് എടുത്ത് പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ചും കൂടെ തണുത്ത് കഴിയുമ്പോഴാണ് കഴിക്കാനായിട്ട് പറ്റിയപ്പോൾ നല്ല ചൂടുണ്ട്, അതിൽ തൊടാനായിട്ട് തന്നെ പറ്റില്ല. കുറച്ചുകൂടെ ചിലർ ചൂടോടെ തന്നെ കഴിക്കും കേട്ടോ. ഞാൻ ഇത്തിരി കൂടെ ഒന്ന് ചൂട് പോട്ടെ എന്നിട്ട് കഴിക്കാം. ഇപ്പം നമ്മുടെ അട ഇവിടെ റെഡിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ആ പഴത്തിൻ്റെ കൂട്ടും ആ തേങ്ങയുടെ മിക്സും എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. നന്നായിട്ട് അലിത്ത് ഇറങ്ങിയിട്ടുണ്ട് ശർക്കരയൊക്കെ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്.
നിങ്ങളുടെ കയ്യിൽ റോബസ്റ്റ പഴം ഇല്ലെന്നുണ്ടെങ്കിൽ ഞാലിപ്പൂവഴോ അല്ല അതല്ല സാധാരണ പൂവമ്പഴമോ വെച്ചിട്ടാണെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാനായിട്ട് മറക്കരുത്. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.